അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എൻ്റെ കലാമിനെ പരിഗണിക്കാത്തവര്, എൻ്റെ കലാമിനെ നിസാരമാക്കിയവര്, എൻ്റെ കലാമിനെ അവഗണിച്ചവര്, അല്ലാഹു പറയുന്നു, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുകയാണ്, ഒരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷയാണ്. ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒരായത്ത് കൂടെ പഠിക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കൂടെ പഠിക്കാം. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ ഉറങ്ങല്ലേ സഹോദരാ, വാപ്പാ ഉറങ്ങല്ലേ, നല്ലതുപോലെ കേൾക്ക് വാപ്പാ, ഈ പറയുന്ന ഒരു കാര്യം നീ നല്ലതുപോലെ കേൾക്ക്. അല്ലാഹു പറയുന്നു, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ. നീ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദേ നല്ല കച്ചവടമായിരുന്നു, നല്ല പൈസയായിരുന്നു, നല്ല ജീവിതമായിരുന്നു, ചെറിയ ഒരു കടയാണെങ്കിലും എന്റെ കാര്യങ്ങൾ മുഴുവനും നടക്കുമായിരുന്നു, ഇന്നെല്ലാം പോയി ഉസ്താദ്, എല്ലാം തകർന്ന് തരിപ്പണമായി ഉസ്താദ്, ജീവിതം മുഴുവനും തലതിരിഞ്ഞിരിക്കുകയാണ്, സമാധാനമില്ല, സന്തോഷമില്ല, നിന്നെ സാമ്പത്തികമായി പടച്ച റബ്ബ് തകർത്തിരിക്കുകയാ, സർവ്വതും പോയല്ലോ, എല്ലാം പോയല്ലോ, എല്ലാം പോയല്ലോ. ആരും കൂടോത്രം ചെയ്തിട്ടല്ല, ആരും മുട്ട കുടിച്ചിട്ടിട്ടല്ല, ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കിയിട്ടല്ല. എന്തുകൊണ്ടാണ് നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയത്? നിന്റെ മഈശത്തിനെന്ത് പറ്റിയതെന്നറിയോ? അല്ലാഹു പറയുകയാ, ഞാൻ തന്നെയാ തകർത്ത് കളഞ്ഞത്, ഞാൻ തന്നെയാ തകർത്ത് കളഞ്ഞത്. നിന്നെ ഞാൻ, നിന്റെ കച്ചവടമില്ലാതാക്കിയത് ഞാൻ തന്നെയാണ്, നിന്റെ ജീവിതം മുഴുവനും തലമറിച്ചത് ഞാൻ തന്നെയാണ്. നിനക്ക് സമാധാനമില്ലല്ലോ, നിനക്ക് സന്തോഷമില്ലല്ലോ, നിന്റെ ജീവിതം മുഴുവനും തകർന്നു പോയല്ലോ. എന്തു പറ്റിയെന്ന് അപരാധി പറയുന്ന പെങ്ങളെ, فإن له معيشة ضنكا. നീയൊക്കെ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അതിനെയൊക്കെ നിസാരമാക്കിയില്ലേ, അതിനെയൊക്കെ നീ നിസാരമാക്കിയില്ലേ. സൂറത്തു യാസീൻ കടക്കകത്ത് കയറിയാ നീ ഓണാക്കി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് നീ ഫോൺ വിളിക്കുകയാണ്, കടക്കകത്തിരുന്ന് പടച്ചവനെ അതാ മൊബൈൽ ഖുർആൻ ഓതുന്നു, നീ മറ്റു മൊബൈലിൽ കളിക്കുകയാണ്. കച്ചവടത്തിന് വേണ്ടി ഖുർആനിനെ നീ നിസാരമാക്കിയില്ലേ, നീ പരിഗണിച്ചില്ലല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിന്നോടൊക്കെ പലതും പറഞ്ഞപ്പോ നീ പരിഹസിച്ചവനല്ലേ. നിന്റെ ജീവിതം അല്ലാഹു തകർത്ത് കളഞ്ഞടോ, നിന്റെ ദുനിയാവ് തകർത്തല്ലോ. ഏ സഹോദരാ, ഏ സഹോദരി, നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്, നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ഉസ്താദ്, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വണ്ടിയില്ലാഞ്ഞിട്ടല്ല, വീടില്ലാഞ്ഞിട്ടല്ല, ഭാര്യയില്ലാഞ്ഞിട്ടല്ല, മക്കളില്ലാഞ്ഞിട്ടല്ല, അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടും നീ പറയുന്നു മരിച്ചാ മതിയെന്ന്. എവിടെ എത്തിയടോ നീ? ഇത് അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തതിന് റബ്ബ് തന്ന ശിക്ഷയാ പെങ്ങളെ.
ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെടുകയാണ്. ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെടുകയാണ്. അതുമാത്രമല്ല പടച്ചവനെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ ബദിരനെ പോലെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവോട് ചോദിക്കുന്നു, റബ്ബേ ദുനിയാവിലെ കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ഇന്നെന്തു പറ്റി റബ്ബേ? അല്ലാഹുടെ മറുപടി എന്തെന്നറിയുമോ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. പൊട്ടം കളിച്ചവനല്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ, കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദ് പറഞ്ഞ പള്ളികൾക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. അന്ന് കാണാത്തവനെ പോലെ നടന്നില്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അഭിനയിച്ചവരാണ്, പരിഹസിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് അല്ലാഹു നിന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. പടച്ച റബ്ബ് നാളെ പരലോകത്ത് നിന്നെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ എന്ത് ചെയ്യും മുസ്ലിമേ? അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ.